അതിനുശേഷം വീണ്ടും 97 ഞാൻ വീണ്ടും ഒരു ചിത്രം നിർമ്മിക്കേണ്ടായി. ആ ചിത്രത്തിൻ്റെ പേരാണ് കിലുകിൽ പമ്പരം. അപ്പോൾ കിലുകിൽ പമ്പരത്തിൻ്റെ കഥ ശശിധരൻ ആറാട്ടുവഴി, അന്തരിച്ച ശശിധരൻ ആറാട്ടുവഴി എന്ന് പറയുന്ന എഴുത്തുകാരനാണ് അത് എഴുതിയത്. ആ കിലുകിൽ പമ്പരത്തിൻ്റെ ഇപ്പോഴത്തെ കഥയെന്ന് പറയുന്നത് ഒരു കൊട്ടാരത്തിൽ നടക്കുന്ന ഒരു കഥയാണ്. അതിനു മുമ്പത് ഒരു ഭ്രാന്താലയത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്യുന്ന ഒരു കോമഡി, നല്ല കോമഡി സിനിമയായിരുന്നു. ആർട്ടിസ്റ്റ് എല്ലാം ഒന്ന് തന്നെയാണ്, ജയറാമും ജഗതിയും അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകൾ തന്നെയായിരുന്നു. ഭ്രാന്താശുപത്രിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ള കഥ എഴുതി തീർത്ത് അതിൻ്റെ സോങ് റെക്കോർഡിങ്ങിനുള്ള ചിട്ടവട്ടങ്ങൾ കൂട്ടുന്നതിനിടയിൽ എൻ്റെ കമ്പോസിങ് ഉണ്ട്. അതൊരു ട്യൂൺ കമ്പോസ് ചെയ്യുന്ന ഒരു ചടങ്ങ് നടന്നുകൊണ്ടിരുന്നപ്പോൾ അത് ലിറിക്സ് എഴുതുന്നത് അന്തരിച്ച ഗിരീഷ് പുത്തഞ്ചേരിയാണ്. ഗിരീഷ് പുത്തഞ്ചേരി എത്തി രാവിലെ കുളിച്ച് റെഡിയായി ജോലിയിലേക്ക് കിടക്കാനുള്ള സമയത്ത് അദ്ദേഹത്തിന് ലിറിക്സ് എഴുതുന്നതിന് മുമ്പ് ഈ ചിത്രത്തിൻ്റെ കഥ പൂർണ്ണമായും കേൾക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ അതിനനുസരിച്ചുള്ള ലിറിക്സ് എഴുതാൻ പറ്റൂ. അപ്പോൾ ഈ ചിത്രത്തിൻ്റെ സംവിധായകൻ തുളസീദാസാണ്. അപ്പോൾ തുളസീദാസ് വന്നു. തുളസീദാസ് അദ്ദേഹത്തോട് ഈ കഥ പറഞ്ഞു. വളരെ ശ്രദ്ധാപൂർവം അദ്ദേഹം കേട്ടിരുന്നു. അപ്പോൾ മ്യൂസിക് ഡയറക്ടർ എത്തിയിട്ടുണ്ട്, SP വെങ്കടേഷ് എന്ന് പറയുന്ന സംഗീത സംവിധായകൻ എത്തിയിട്ടുണ്ട് ചെന്നൈയിൽ നിന്നും. അദ്ദേഹം അത് പതുക്കെ ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പുറത്ത് ട്യൂൺ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് ലിറിക്സ് എഴുതിപ്പിക്കാമെന്നുള്ളതായിരിക്കാം. ഈ കഥ കേട്ട് കഴിഞ്ഞ് അദ്ദേഹവും ഭയങ്കര മൗനമായ ഒരു മ്ലാനമായ മുഖത്തോടുകൂടി എണീറ്റ് എന്നെ വിളിച്ച് ഒന്ന് പുറത്തേക്ക് വരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാനും പുള്ളിയുമായിട്ട് പുറത്തേക്ക് പോയി ദൂരെ മാറി നിന്ന് സംസാരിച്ചു. ഇതേ ചായയുള്ള കഥയാണ് മറ്റന്നാൾ ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്ന സത്യനന്ദിക്കാടിൻ്റെ സിനിമ. അതും ഇത് കഥയൊന്നാണ്. നിങ്ങൾ ഇനി ഷൂട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് എങ്ങനെയും ഷൂട്ടിംഗ് തുടങ്ങാൻ തന്നെ ഇനിയൊരു കുറേ നാളെടുക്കും. ആ ദിവസം കഴിഞ്ഞ് പിന്നെ ഷൂട്ട് ചെയ്ത് കൊണ്ടുവരുമ്പോഴത്തേക്ക് ആ പടം റിലീസ് ചെയ്ത് പോകും. 90% നല്ല റിസംബ്ലൻസ് ഉണ്ട്. അപ്പോൾ വേണമെങ്കിലും ഒന്ന് സത്യനന്ദിക്കാരനെ വിളിച്ച് ഫോണിൽ സംസാരിച്ചോളൂ. നമുക്ക് ആക്സസ് ഉള്ള ആളല്ലേ. ആ ചിത്രം സത്യനന്ദിക്കാട് ചെയ്യാൻ പോകുന്ന പടത്തിൻ്റെ പേര് തൂവൽ കൊട്ടാരം എന്നാണ്. ജയറാം, മഞ്ജു വാര്യർ തുടങ്ങിയവർ അഭിനയിക്കുന്ന. ഞാൻ പിന്നെ സത്യനെ വിളിച്ചു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനടുത്ത് പറഞ്ഞു, ഞാനും ഇതുപോലൊരു കഥ ആലോചിച്ചു. അപ്പോൾ ആ കഥയുടെ ഒരു ഇതിലാണ് സത്യൻ്റെ പടവും എന്നുള്ളത് കേട്ടു. ശരിയാണോ എന്നറിയാൻ വേണ്ടി വിളിച്ചതാണെന്ന് പറഞ്ഞു. അപ്പോൾ സത്യൻ പറഞ്ഞു, നിങ്ങളുടെ കഥയുടെ ഒരു സ്കെൽട്ടൺ പറയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതിലേതാണ്ട് ഒരു പൂർണ്ണമായും റിസംബ്ലൻസ് ഉണ്ട്. ഞങ്ങൾ മറ്റന്നാൾ ഷൂട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണല്ലോ നിങ്ങൾ ഷൂട്ടിങ് തുടങ്ങുന്നത്. അപ്പോൾ മാറ്റി വയ്ക്കുന്നതായിരിക്കും ഉചിതം, ഈ കഥ മാറ്റുന്നതായിരിക്കും ഉചിതം എന്ന് അദ്ദേഹം അഡ്വൈസ് ചെയ്തു. അല്ലെങ്കിൽ രണ്ടുപേരും ഒരേ സിനിമ തന്നെ എടുത്തിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ ഉടനെ തുടങ്ങാൻ പോകുന്ന സിനിമയും നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞ് തുടങ്ങാൻ പോകുന്ന സിനിമയും അതുകൊണ്ട് നിങ്ങൾക്ക് ആ കഥ മാറ്റാൻ പറ്റും. അപ്പം അതുകൊണ്ട് മാറ്റണമെന്ന് പറയുന്നു. പിന്നെ അതെല്ലാം അന്നത്തെ എല്ലാം അവസാനിപ്പിക്കുന്നു. ഇനിയൊരു പുതിയൊരു കഥ റെഡിയായി വരണ്ടേ. അപ്പം ഈ ശശിധരൻ ആറാട്ടുവഴി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ തലയിൽ ഒരു എളുപ്പം പറയാവുന്ന 500 കഥകളെങ്കിലും ഉണ്ടാവും. പെട്ടെന്ന് 4 ലൈനിൽ പറയാവുന്ന നല്ല നർമ്മ രസമുള്ള കഥകളുണ്ടാവും. പല സന്ദർഭങ്ങളിലും അദ്ദേഹം ഇതുപോലെ ഇങ്ങനെ ഇരുന്ന് പറയാറുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ എൻ്റെ കയ്യിൽ വേറൊരു കഥയുണ്ട്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്ന് പറഞ്ഞു. തൽക്കാലം ഈ മ്യൂസിക് സെക്ഷനെ അവരെല്ലാം പിരിച്ചുവിട്ടു. എന്നിട്ട് ശശിധരൻ ആറാട്ടുവഴിയുമായി വീണ്ടും ഇരുന്നു. അദ്ദേഹം ആ കഥ പറഞ്ഞു. അപ്പോൾ അതൊരു കൊട്ടാരം, ഒരു പണ്ടത്തെ ഭരണകാലത്തുള്ള രാജാവിൻ്റെ കൊട്ടാരവും ബേസ് ചെയ്തിട്ടുള്ള ഒരു കഥയാണ്.
അത് രാജാവും എല്ലാം മരിച്ചു പോയതിനു ശേഷം പിന്നെ റിസീവർ ഭരണത്തിന് കീഴിൽ വരുന്ന ഒരു കൊട്ടാരം. അപ്പോൾ അവിടെ റിസീവറായി അഭിനയിക്കാൻ വരുന്നത് ഒരു കഥാപാത്രമാണ് കേന്ദ്ര കഥാപാത്രം. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹായി. അതിനുള്ള ഈ അവകാശികൾ തമ്മിലുള്ള തർക്കവുമുണ്ട് അതിനിടയ്ക്ക്. ആ തർക്കത്തിലാണ് കോടതി റിസീവർ ഭരണത്തിലേക്ക് ആ കൊട്ടാരത്തിന് വിടുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു സബ്ജക്റ്റാണിത് പറഞ്ഞത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അങ്ങനെ ഇത് ജയറാമിനെ പറയണമല്ലോ, അദ്ദേഹത്തിന് ഡേറ്റ് കിട്ടാൻ വേണ്ടി അത് പറയണമല്ലോ. അങ്ങനെ കഥ മാറ്റിയ വിവരം ജയറാമിനോട് പറഞ്ഞു. ജയറാമിനോട് ഈ കഥ പറയാനായി ചെന്നൈയിലെത്തി. അങ്ങനെ ജയറാമിനോട് ഈ കഥ പറഞ്ഞു. ജയറാം പൂർണ്ണ തൃപ്തനായി. അപ്പം അതിൻ്റെ മറ്റേ സത്യനന്ദിക്കാടിൻ്റെ ഷൂട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇതിൽ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പിരിഞ്ഞു. അപ്പം ഞങ്ങൾ ഈ പടത്തിൻ്റെ തയ്യാറെടുപ്പുമായി മുന്നോട്ട് പോയി. ആദ്യം ഈ കഥയുടെ റിസംബ്ലൻസ് ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞ ആ സിനിമയുടെയും കഥ തുടക്കത്തിൽ തന്നെ കിലുകിൽ പമ്പരം എന്നാണ് പേരിട്ടിരുന്നത്. രണ്ടാമത് കഥ മാറി ആലോചിച്ച് അടുത്ത കഥയിലേക്ക് എത്തിപ്പെട്ടപ്പോഴും അതേ ടൈറ്റിൽ തന്നെയാണ് ഈ കഥയ്ക്കും ഉപയോഗിച്ചതെന്നുള്ളതാണ് എൻ്റെ ഒരു രസകരമായ കാര്യം. ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കൊട്ടാരമാണ്. അപ്പോൾ നമുക്കൊരു കൊട്ടാരം ഷൂട്ടിങ്ങിന് കിട്ടുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമല്ല. അപ്പോഴാണ് ചിന്തിച്ചത് ഇതിനെ പറ്റിയിട്ട്. ലൊക്കേഷൻ അതാണ്. അപ്പോൾ കൊട്ടാരം അന്വേഷിച്ച് കേരളം മുഴുവൻ നടന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ ശരിക്കും. അപ്പോൾ തിരുവനന്തപുരത്ത് കൊട്ടാരമുണ്ട്. പക്ഷേ ആ കൊട്ടാരത്തിൽ അന്ന് പബ്ലിക്കിനെ അനുവദിക്കുന്ന രീതിയിലല്ല അവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ അത് നല്ലവണ്ണം അറിയാവുന്നുള്ളതുകൊണ്ട് അപ്പോൾ അത് ഉപേക്ഷിച്ചിട്ടാണ് മറ്റ് സ്ഥലങ്ങൾ. എന്തിനു പറയുന്നത്, ഞങ്ങൾ കൊല്ലങ്കോട് കൊട്ടാരം, അങ്ങനെ പല സ്ഥലങ്ങളിലുള്ള പഴയ, പിന്നെ കൊച്ചി തൃപ്പൂണിത്തുറ കൊട്ടാരം, ഇതൊക്കെ പോയെങ്കിലും നമുക്ക് പറ്റുന്ന ഒരു കൊട്ടാരം കിട്ടിയില്ല. ഷൂട്ടിങ് ഡേറ്റ് അടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മളുടെ ഒരു സുഹൃത്ത്, ഈ ചിത്രത്തിൽ എനിക്കൊരു പാർട്ട്ണറും കൂടെ ഉണ്ടായിരുന്നു, ബഷീർ എന്ന് പറയുന്ന. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഒരു പൊളിറ്റീഷ്യൻ, പാലോട് രവി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിന് ഈ തിരുവനന്തപുരം കൊട്ടാരത്തിലെ തമ്പുരാനുമായിട്ട് നല്ല ബന്ധമുള്ളായിരുന്നു. അപ്പം അങ്ങനെ ആ ബന്ധത്തിൽ അദ്ദേഹമാണ് സജസ്റ്റ് ചെയ്ത് നമുക്ക്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ, തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് തൊട്ടടുത്തായിട്ട് ലെവി ഹാളൊക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു കൊട്ടാരമുണ്ട്. അതിനകത്ത് ഇന്ന് വരെ ഷൂട്ടിങ്ങിന് ആരെയും അനുവദിച്ചിട്ടില്ല, കയറിയിട്ടുമില്ല ആരും. അത് നമുക്ക് പെർമിഷൻ മേടിക്കാം, നിങ്ങളതൊന്ന് പോയി നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി നോക്കി. ഞങ്ങളെ തൊട്ടടുത്ത് വെളിപ്പാടകലെ കിടക്കുന്ന ആ ഒരു കൊട്ടാരം ഇതുവരെ കാണാൻ സാധിച്ചില്ലല്ലോ എന്ന് ഓർത്തുപോയി. അങ്ങനെ അത് മുഴുവൻ പരിശോധിച്ചിട്ട് ഇത് മതി എന്ന തീരുമാനത്തിലേക്ക് എത്തുകയും പിന്നീട് ഇതിൻ്റെ പെർമിഷന് വേണ്ടിയിട്ട് ഈ അന്നത്തെ ഭരണാധികാരി മാർത്താണ്ഡവർമ്മ തമ്പുരാൻ്റെ സമയം ചോദിച്ചു വാങ്ങിയിട്ട് അദ്ദേഹത്തെ കാണാൻ വേണ്ടി അവിടെ ചെല്ലുകയും ചെയ്തു. ഞാനും ഈ എൻ്റെ സഹനിർമ്മാതാവ് ബഷീറും കൂടിയാണ് പോയത്. അദ്ദേഹത്തെ കണ്ടു. സാധാരണ ഷൂട്ടിങ്ങിന് കൊടുക്കാറില്ല. ചെന്നു. ഞാൻ ഇതിനെ എങ്ങനെയെങ്കിലും മേടിച്ചല്ലേ പറ്റുമോ, എനിക്ക് ഷൂട്ടിങ് കഴിഞ്ഞ നേരെ ചെന്ന് അദ്ദേഹത്തിൻ്റെ കാലിൽ സാഷ്ടാംഗം എഴുന്നു. അദ്ദേഹം എണീപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് എന്താണ് കാര്യമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ്, ഞങ്ങളൊരു സിനിമ കൊട്ടാരത്തിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു കഥയാണ്. അപ്പോൾ അത് വേറെ കൊട്ടാരമൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതിനകത്തൊരു സൗകര്യം ചെയ്തു തന്നാൽ. അത് ഇന്നുവരെ അങ്ങനെ ഒരു സിനിമയുടെ ഷൂട്ടിങ് ഇവിടെ നടന്നിട്ടില്ല. പിന്നെ ഇത് നിങ്ങൾ എല്ലാവരും ഈ സിനിമയിൽ ഈ രാജഭരണകാലത്തെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു പ്രവണതയാണ് കേട്ടുവരാറുള്ളത്. അദ്ദേഹം സിനിമ കാണാറില്ല. അപ്പം അങ്ങനത്തെ കഥ വല്ലതും ആണോ എന്ന് ചോദിച്ചു. അല്ല, ഞങ്ങൾ ഭരണകാലത്തെ പ്രശംസിച്ചു കൊണ്ടുള്ള ഒരു കഥയാണെന്നെല്ലാം അദ്ദേഹത്തോട് പറയുകയും അദ്ദേഹം പിന്നെ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളോട് കനിഞ്ഞ് ഷൂട്ടിങ്ങിന് പെർമിഷൻ തരികയും ചെയ്തു. 30 ദിവസം ഷൂട്ടിങ്, ഒരു നയാ പൈസ ഇതില്ലാതെ, വാടകയില്ലാതെ, പ്രതിഫലമില്ലാതെ അദ്ദേഹം നമുക്ക് ഫ്രീ ആയിട്ട്
അനുവദിച്ചു. അങ്ങനെ ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ വിളിച്ചിട്ട് അതിന് വേണ്ട സൗകര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കണം. ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, ഈ കൊട്ടാരത്തിനകത്ത് ഷൂട്ട് ചെയ്യുന്ന സമയത്തും അതിനകത്ത് മറ്റൊരാൾ സിഗരറ്റ് വലിക്കുകയോ അങ്ങനെയുള്ള യാതൊരുവിധ കാര്യങ്ങളും പാടില്ല. 2, വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ നിങ്ങൾ കഴിക്കാവൂ ഇവിടെ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക്. അതും തൊട്ട് കാമ്പൗണ്ടിന് വെളിയിലൊരു ചെറിയ കല്യാണ മണ്ഡപമുണ്ട്, ഭജന മഠം എന്നാണ് പേര്. അന്ന് ഈ ബ്രാഹ്മണരുടെ പാവപ്പെട്ട ബ്രാഹ്മണരുടെ വീടുകളിലെ കല്യാണത്തിന് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു കല്യാണ മണ്ഡപമാണ് തിരുവനന്തപുരത്തുള്ളത്. ഭജന മഠം എന്നാണ് അതിൻ്റെ പേര്. അവിടെ ഈ ഫുഡും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചോളാൻ പറഞ്ഞു. യാതൊരു കാരണവശാലും കൊട്ടാരത്തിനകത്ത് ഫുഡ് കഴിക്കുകയോ കൊണ്ടുവരികയോ ചെയ്യാൻ പാടില്ല, വെജിറ്റേറിയനും ആയിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മളോട് കണ്ടീഷൻ വെച്ചത്. ഞങ്ങളത് സ്വീകരിച്ചു. അങ്ങനെയാണ് അതിൻ്റെ ഷൂട്ടിങ്ങിനുള്ള തയ്യാറെടുപ്പ് നടത്തിയത്. അപ്പം ഈ ഷൂട്ടിങ്ങിന് എന്ന് പറഞ്ഞാൽ ഒരു ഹോളെല്ലാം എം ടി ആണ്. ഒന്നും ഫർണിച്ചറൊന്നും വലുതായിട്ട് അതിന് 1-2 ചെറിയ ഫർണിച്ചറുണ്ട്. അതൊന്നും ഒരു കൊട്ടാരത്തിന് എൻ്റെ ഹാളിന് പൂർണ്ണമായും നിറയ്ക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ അങ്ങനെ ഇതിനുള്ള ഫർണിച്ചർ തേടി ചെന്നൈയിൽ നിന്ന് 2 ലോറി ഫർണിച്ചർ വരുത്താം, വാടകയ്ക്ക് കിട്ടും അവിടെ പഴയകാല ഫർണിച്ചറൊക്കെ. അപ്പോൾ അത് വരുത്താമെന്ന് കരുതി. അതിന് ഏകദേശം വലിയ എമൗണ്ടാണ്. അതിൻ്റെ ട്രാൻസ്പോർട്ടിങ് അടക്കം വാടക അടക്കം വലിയ എമൗണ്ടാണ്. അപ്പോൾ അത് കൊണ്ടുവരാമെന്നൊക്കെ നിശ്ചയിച്ചിരുന്നപ്പോൾ വീണ്ടും ഞങ്ങളിങ്ങനെ അതിനകത്തുള്ള സൗകര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അതിൻ്റെ കൊട്ടാരം സൂക്ഷിപ്പുകാരൻ ഒരാൾ പറഞ്ഞു, ഈ സാറിന് വെളിയിൽ നിന്നൊക്കെ ഈ ഫർണിച്ചർ എടുക്കുന്ന ഇവിടെ കുറച്ച് ഫർണിച്ചർ മേലെ തട്ടുംപുറത്ത് കിടപ്പുണ്ട്, അപ്പം അത് കുറച്ച് ഡാമേജഡൊക്കെയാണ്, അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് നോക്ക്, നന്നാക്കി എടുത്താലോ പെയിൻ്റ് അടിച്ചോ ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് നോക്ക്. അങ്ങനെ ഞങ്ങൾ എൻ്റെ ഒരു ആർട്ട് ഡയറക്ടർ ഉണ്ടായിരുന്നു, വത്സൻ എന്ന് പറഞ്ഞിട്ട്, അദ്ദേഹം സംവിധായകനും ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ തട്ടുംപുറത്ത് കയറി ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് കൊള്ളാമെന്ന് തോന്നി. അങ്ങനെ അപ്പോൾ അത് തമ്പുരാൻ പെർമിഷൻ തന്നാൽ മാത്രമേ അതിൽ തൊടാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് കണ്ടീഷൻ. നിങ്ങളുടെ സ്വപ്നത്തിലെ ആ യാത്രയ്ക്കായി ഇനി ഒരുങ്ങാം. യൂറോപ്പിന്റെ ഹൃദയഭൂമിയിലൂടെ 13 ദിവസത്തെ സഞ്ചാരം, പ്രമുഖമായ 10 രാജ്യങ്ങളിലൂടെയുള്ള യാത്ര, ഫ്രാൻസിലെ പാരീസ് എന്ന സ്വപ്ന നഗരം, ഈഫൽ ഗോപുരത്തിന് മുകളിൽ നിന്നുള്ള കാഴ്ചകൾ, ബെൽജിയത്തിലെ അറ്റോമിയവും നഗരചത്തുരങ്ങളും, നെതർലാൻഡ്സിലെ സുന്ദര ഗ്രാമങ്ങളും ടുലിപ്പ് ഗാർഡനുകളും, ജർമ്മനിയിലെ ബ്ലാക്ക് ഫോറസ്റ്റും റൈൻ റിവർ ക്രൂസും, സ്വിസ് ആൽപ്സിലെ ഹിമപർവ്വതങ്ങൾ, അതിനു മുകളിലേക്കുള്ള കേബിൾ കാർ യാത്ര, ലിച്ചൻസ്റ്റൈൻ എന്ന ആൽപൈൻ രാജ്യം, ഓസ്ട്രിയൻ ഗ്രാമഭംഗി, സ്ലൊവേനിയയിലെ പ്രകൃതി അത്ഭുതങ്ങൾ, ഇറ്റലിയുടെ ചരിത്ര നഗരങ്ങളായ വെനീസും പിസയും ഫ്ലോറൻസും റോമും, പിന്നെ വത്തിക്കാനും അവിടുത്തെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയും. സഞ്ചാരത്തിന്റെ സൂപ്പർ ഹിറ്റായി മാറിയ ഈ യാത്രയിൽ പങ്കെടുക്കാൻ ഉടൻ തന്നെ വിളിക്കുക. ഫോൺ 75919 66600. ഈ തിരുവിതാംകൂറിൻ്റെ ഒരു ഇതനുസരിച്ചിട്ട് രാവിലെ ഈ തമ്പുരാൻ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എന്നും എത്തി തൊഴണമെന്നുള്ളതാണ്. അത് ചട്ടമാണത്, അത് ലംഘിക്കാൻ പാടില്ലാത്ത ഒരു ചട്ടമാണ് അവർക്ക്. അപ്പം അങ്ങനെ എല്ലാ ദിവസവും 7:30 മണിക്ക് കവടിയാർ കൊട്ടാരത്തിൽ നിന്നും ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് അദ്ദേഹം എത്തും. ദേവാരപ്പുരയിൽ കയറി ഡ്രസ്സൊക്കെ മാറി ഉടവാളേന്തിക്കൊണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകും. ആ ഉടവാള് പത്മനാഭൻ്റെ നടയിൽ വെച്ച് പത്മനാഭദാസൻ എന്നല്ലേ അറിയപ്പെടുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തിരിച്ചു വരണ വഴി അദ്ദേഹം വരുന്ന സമയം നോക്കി ദൂരെ മാറി ഇങ്ങനെ ഞങ്ങൾ നിന്ന് അപ്പം അദ്ദേഹം വന്നു. അദ്ദേഹം നമ്മളെ കണ്ടു. എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, തിരുമേശ കുറച്ച് ഫർണിച്ചർ, ഇവിടുത്തെ പഴയ ഫർണിച്ചർ കിട്ടിയാൽ ഞങ്ങളത് റിപ്പയർ ചെയ്ത് നന്നാക്കി പെയിൻ്റ് അടിച്ച് നമുക്ക് ഉപയോഗിക്കാമായിരുന്നു. മാത്രവുമല്ല ഫർദറായിട്ട് ഇത് ഉപയോഗിക്കുന്ന രീതിയിൽ ഇവിടെ കിടക്കുകയും ചെയ്യുമല്ലോ, അപ്പോൾ അതിനൊന്ന് സഹായിക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം ഞാനെന്താ എന്ന് പറഞ്ഞു.
കാര്യക്കാരെ വിളിച്ച് പറഞ്ഞു അവർക്ക് വേണ്ട ഫർണിച്ചർ എടുത്ത് കൊടുക്കാൻ. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ചെന്നൈയിൽ നിന്ന് ഫർണിച്ചർ വരുത്താതെ ഞങ്ങൾ രക്ഷപ്പെട്ടു. അങ്ങനെ കുറേ ഫർണിച്ചർ ഞങ്ങൾക്ക് വളരെ ചെറിയ കേടുപാടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എങ്കിൽ തന്നെയും കുറേ ഫർണിച്ചർ ഞങ്ങൾക്ക് തന്നു. അതിനെ ചെന്നൈയിൽ നിന്ന് അന്ന് കാർപ്പൻ്റർ, പെയിൻറ്റർ അങ്ങനെയുള്ള ആൾക്കാരെ എല്ലാം വരുത്തി അവിടെ ദിവസങ്ങളോളം ഇരുന്ന് അതെല്ലാം പുതിയതാക്കി മാറ്റി. വാർണിഷ് അടിക്കേണ്ട വാർണിഷ് അടിച്ചു, ബാക്കിയുള്ള കുഷൻ അടിക്കേണ്ട കുഷൻ അടിച്ചു, അങ്ങനെ ശരിയാക്കിയെടുത്ത് അപ്പം ഇത് വീണ്ടും അവിടെ ഇങ്ങനെ ശരിയാക്കി ഇട്ടേക്കണത് തമ്പുരാൻ അടുത്ത ദിവസം അല്ല ദിവസങ്ങളിൽ വരുമ്പോൾ ഇത് കാണുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു അവർക്ക് ഇവിടെയുള്ള ഫർണിച്ചർ മുഴുവൻ എടുത്ത് കൊടുത്തോളാനായിട്ട്. അങ്ങനെ മുഴുവൻ ഫർണിച്ചറും എല്ലാ സ്ഥലത്തും ഫർണിഷ് ചെയ്യത്തക്ക രീതിയിലുള്ള ഫർണിച്ചർ അവിടെ നിന്ന് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടി. അപ്പോൾ അത് മുഴുവൻ നന്നാക്കി നല്ല പുതിയ രീതിയിലേക്ക് മാറ്റി. ചെറിയ ചെറിയ പണികളിലുണ്ട്, ചെറിയ ചെറിയ സൂത്രപ്പണികളുണ്ട്. അപ്പം അത് നന്നാക്കി അത് ഉപയോഗിച്ചു. അങ്ങനെ ഫർണിച്ചറെല്ലാം കിട്ടി, എല്ലാം സെറ്റായി. ഷൂട്ടിംഗ് ആരംഭിച്ചു. അപ്പോൾ ഷൂട്ടിംഗ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ അടുത്ത് പോയിട്ട് അനുവാദം വാങ്ങി. വീണ്ടും അദ്ദേഹം നമ്മളെ അനുഗ്രഹിച്ചു. നടക്കട്ടെ എന്ന് പറഞ്ഞു. ഈ ചിത്രം റെഡിയായി കഴിഞ്ഞാൽ എനിക്കൊന്ന് കാണണം എന്നും അദ്ദേഹം പറഞ്ഞു. തീർച്ചയായും കാണിക്കാം എന്നുള്ള ഇത് നമ്മൾ ഉറപ്പ് നൽകി. അങ്ങനെയാണ് അതിൻ്റെ ഷൂട്ടിംഗ് ആരംഭിച്ചത്. ഷൂട്ടിങ് വളരെ നല്ല രീതിയിൽ തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തെ കാണിക്കാൻ പറ്റുന്ന ഷൂട്ടിംഗ് അല്ല. കുറേ രാജഭരണത്തെ കളിയാക്കിക്കൊണ്ടുള്ള രംഗങ്ങളും ഒരുപാടുണ്ട്. അപ്പോൾ ഇതെങ്ങാനും അദ്ദേഹം അറിഞ്ഞാൽ പ്രശ്നമല്ലേ എന്നുള്ളതായിരുന്നു. അങ്ങനെ അവിടുന്ന് കൊട്ടാരത്തിൽ നിന്ന് ഒരാൾ വന്ന് പറഞ്ഞു തമ്പുരാന് ഷൂട്ടിങ് ഒന്ന് കാണണം എന്ന് പറയുന്നു. അങ്ങനെ ഒരു ദിവസം മൊത്തം കൊട്ടാരത്തിലുള്ള കുടുംബാംഗങ്ങളെല്ലാവരും കൂടി ഞങ്ങളുടെ ഷൂട്ടിംഗ് കാണാനെത്തി. അത് തിരുമനസ് പറഞ്ഞ അനുസരിച്ച് ഇതുവരെ അവർ ഇങ്ങനെ ഒരു ഷൂട്ടിംഗ് സ്ഥലത്ത് പോവുകയോ അല്ലെങ്കിൽ ഷൂട്ടിംഗ് നേരിൽ കാണുകയോ ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം അവർ വന്നു. ഞങ്ങൾ സെറ്റിലേക്ക് വളരെ ഉപചാരപൂർവ്വം അവരെ സ്വീകരിച്ചു, അവരെ ഇരുത്തി. അപ്പോൾ അന്ന് ഈ നമ്മളൊരു നിർഭാഗ്യത്തിലാണ് എടുത്തുകൊണ്ടിരുന്ന സീന് ശരിക്കും കളിയാക്കിക്കൊണ്ടുള്ള സംഭവമാണ്. അവർ വന്നിരിക്കുമ്പോൾ അങ്ങനെ എടുക്കുന്നത് പറ്റൂലല്ലോ നമുക്ക്. അതിനുവേണ്ടി ഞങ്ങളൊരു ഡമ്മി ആ സീന് മാറ്റി വേറൊരു ഡമ്മി സീനുണ്ടാക്കി. ഇത് പടത്തിൽ ഉപയോഗിക്കാനല്ല, അല്ലാതെ നമുക്ക് കുറച്ചു നേരം ഷൂട്ട് ചെയ്യാമെന്നുള്ള ഒരു സംഭവത്തിൽ ജയറാമിനോടും ആലോചിച്ച് സംവിധായകനോടും ആലോചിച്ച് അങ്ങനെ തീരുമാനിച്ചൊരു രാജാഭരണത്തെ പ്രശംസിച്ചുകൊണ്ട് ഒരു സീൻ എഴുതിയുണ്ടാക്കി. അപ്പോഴത്തേക്ക് അവരെത്തി. അവരെല്ലാം കാണുക തന്നെ ഇത് ഷൂട്ട് ചെയ്തു. ഏതാണ്ട് അരമണിക്കൂറോളം ഷൂട്ടിങ്ങും ഉണ്ടായിരുന്നു. അരമണിക്കൂറോളം അവരവിടെ അവിടെ ഇരുന്നു. നമ്മൾ വളരെ ബഹുമാനത്തോടുകൂടിയാണ് അവരെ സ്വീകരിച്ചതെല്ലാം. അപ്പോൾ അങ്ങനെ അവർ സാറ്റിസ്ഫൈ ആയി, അവർ തിരിച്ചു പോയി. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. വളരെ അഡ്മിനിസ്ട്രേറ്റർക്ക് നിർദ്ദേശം കൊടുത്തിരുന്നു. അദ്ദേഹം കൊടുത്തു, ഈ പോകുന്നതിന് മുമ്പും കൊടുത്തു. ഇപ്പം നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ വീണ്ടും കൊടുത്തു. അപ്പം ഞങ്ങൾക്കിനി കിട്ടാൻ ഒരു സൗകര്യക്കുറവും എല്ലാം ലഭിച്ചു. അങ്ങനെ ഇവിടെ ഫ്രീ ആയിട്ട് 25-30 ദിവസം ഒരു ലൊക്കേഷൻ, അതുപോലെ ഒരു കൊട്ടാരം ഒരു വാടകയും ഇല്ലാതെ കിട്ടുക എന്നത് ചരിത്രത്തിലാദ്യമായ കാര്യമാണ്. ആദ്യത്തെ ഷൂട്ടിങ്ങാണ്. ആ കൊട്ടാരത്തിൽ ഒരു ക്യാമറ പ്രവേശിക്കുന്നത് ആദ്യമായിട്ടാണ് ഒരു സിനിമയ്ക്ക് വേണ്ടി. അത് എൻ്റെ സിനിമയാണ് അതിന് യോഗമുണ്ടായത്. അങ്ങനെ ആ ഇതിൽ വച്ചിട്ട് അവർ പറഞ്ഞ ആ കാര്യങ്ങളെല്ലാം വളരെ നിഷ്ഠയോടുകൂടി ഞങ്ങൾ പാലിച്ചു. ഈ വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഷൂട്ടിംഗ് 27 ദിവസമാണ് ആ കൊട്ടാരത്തിൽ നടന്നത്. അവിടെ വർക്ക് ചെയ്യുമ്പോഴെല്ലാം ഈ വെജിറ്റേറിയൻ ഫുഡ്, അത് ജയറാമായിക്കോട്ടെ ആരായിക്കോട്ടെ എല്ലാവരും അതേ ഫുഡ് തന്നെ കഴിച്ചത്. എല്ലാവർക്കും വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അങ്ങനെ ചിത്രം പൂർത്തിയായി.
അതിൻ്റെ ബാക്കി വർക്കുകളൊക്കെ ചെയ്ത് ഫൈനൽ കോപ്പിയായി കഴിഞ്ഞിട്ട് ഞാനവിടെ തമ്പുരാനെ പോയി കണ്ടിരുന്നു. പടം പൂർത്തിയായി, ഒന്ന് കാണാനുള്ള സമയം തന്നാൽ അത് അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ കലാഭവൻ തിയേറ്ററിൽ അവരെയാണ് ആദ്യമായി കാണിച്ചത്. അവർ വേറെ ഒരു ആരെയും അലവിയാതെ അവിടെ കുടുംബാംഗങ്ങൾ മാത്രമുള്ള ഒരു ഷോ ആണ് നടത്തിയത്. അവർ മാത്രമാണ് ഇരുന്നത്. അവർ കണ്ടു, ഈ സിനിമ കണ്ടു. ഒരു സിനിമയിൽ ഈ കളിയാക്കുന്ന രീതിയിലുള്ള ചെറിയ പ്രയോഗങ്ങളുണ്ടെന്നുള്ളത് ഒഴിച്ചാൽ വേറെ രാജഭരണത്തെ കുറ്റം പറയുന്ന രീതിയില്ല ശരിക്കും. അപ്പോൾ അത് എല്ലാം കണ്ടു. അവർക്ക് വളരെ തൃപ്തിയായി. ഒരു സിനിമ കണ്ടിറങ്ങി. വളരെ നല്ല പടമാണ്, ഒരു കുഴപ്പമില്ല, പറഞ്ഞ വാക്കെല്ലാം പാലിച്ചിട്ടുണ്ടെന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് നൽകി. പിന്നെ ആ ചിത്രം റിലീസ് ചെയ്തു. ആ ചിത്രം കേരളത്തിൽ 125 ദിവസം തിരുവനന്തപുരത്ത് തിയേറ്ററിൽ 125 ദിവസം ഓടിയ ഒരു ആഘോഷം നടത്തിയ ഒരു സിനിമയായിരുന്നു ഈ കിലുകിൽ പമ്പരം എന്ന സിനിമ. ഒരു 5-6 ഗണ്ണ് ഇങ്ങനെ, അത് ഡമ്മിയാണ്, ഇങ്ങനെ തോളിൽ കൂടി അതിൻ്റെ ബെൽറ്റിട്ട് തൂക്കിയിരിക്കുന്നു. 2 എണ്ണം കയ്യിലുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് അയാളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഷൂട്ടിങ് അപ്പുറത്താണ് നടക്കുന്നത്. പക്ഷെ അയാൾ പോയി ചെന്ന് ഈ PM പോകുന്ന ആ ഒരു റോഡിൻ്റെ വക്കത്ത് പോയി വായി നോക്കി നിൽക്കുകയായിരുന്നു. PM പോകുന്നതിന് മുമ്പായിട്ട് സ്വാഭാവികമായിട്ടും അവരൊരു പെട്രോളിങ് ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ പോലീസ് വന്ന് നോക്കുമ്പോഴാണ് ഒരു 5-6 ഗണ്ണൊക്കെ ഇങ്ങനെ തൂക്കി കയ്യിൽ 2 ഗണ്ണും വെച്ചും കൊണ്ട് ഒരു സ്ഥലത്ത് നിൽക്കുന്നത് കണ്ട്. പോലീസ് വളഞ്ഞു.